സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കേരള സ്റ്റോറി എന്ന് പറയുന്നൊരു ചിത്രം, അതിന് പ്രദർശനാനുമതി കൊടുത്ത ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു പ്രഖ്യാപനവും ആ സിനിമകൾ തിയേറ്ററുകളിലെല്ലാം പ്രദർശിപ്പിക്കാനിരിക്കെ തന്നെ പല ആളുകളും കേരളത്തിൽ നിന്ന് പോയി കാണരുതെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ കേരളത്തിലുള്ള പല ആളുകളും കാണില്ല എന്ന് പറയുമ്പോഴും അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടുകാണ്. ഞാൻ ആ വീഡിയോ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സുനാമി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനാമി കാണാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് കടലിൻ്റെ തീരത്ത് പോയി നിൽക്കുന്ന മഹാന്മാരുള്ളൊരു നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. അങ്ങനെയുള്ളൊരു കേരളത്തിൽ ഒരു കാര്യം കാണരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്താണെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്കൊന്ന് തൊട്ടറിയണം, അല്ലെ കണ്ടറിയണം, ഡെമോക്രസിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന കുറച്ച് മണ്ടന്മാരുണ്ട്, സംഘികളുണ്ട്. ചാണകങ്ങൾ തലയിൽ കയറി മെഴുകി ചാണകവും ഗോമൂത്രവും പാലുമൊക്കെ വാരി വാരി കുടിക്കുന്ന, ചില പശുവിനെ ദൈവമായിട്ട് കാണുന്ന, പശുവിനെ അമ്മയായിട്ടൊക്കെ കാണുന്ന ചില മണ്ടന്മാർ. ഈ മണ്ടന്മാരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ പടം കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുകയും അവിടെ കയറി ഇരിക്കുമ്പോൾ ഡിവൈഎഫ്ഐയിലെ നല്ല ആൺകുട്ടികൾ, ചുണക്കുട്ടന്മാർ അവിടെ ചെന്നിട്ട് ഈ സിനിമ കാണാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഞാൻ എന്തായാലും അതിലൊരു വീഡിയോ നിങ്ങളെന്ന് കാണിച്ചു തരാം. അതിനെപ്പറ്റി പറയുമ്പോഴും എന്തുകൊണ്ട് ഞങ്ങൾ വന്നു എന്ന് ഈ സിനിമ കാണാൻ വേണ്ടി ഇരിക്കുന്നവർ പറയുന്നത്, ഇതൊരു ഡെമോക്രസി ആണല്ലോ. എന്താണ് ഡെമോക്രസി? എന്താണ് ഈ ഒരു സംഭവം? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ തള്ളപ്പെട്ടുപോകും. എന്തായാലും പറയുന്നുണ്ട് ഡെമോക്രസി ആണെന്നുള്ളത്. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇത് മര്യാദയ്ക്ക് അവർ പറഞ്ഞ് നിങ്ങൾ ദയവായി സഹകരിക്കണമെന്ന് പറയുന്നതാണ് കേട്ടോ. അതായത് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച കോട്ടയത്തെ തിയേറ്ററിലാണ് ഈ ഒരു സംഭവം. പലയിടങ്ങളിലും പല ആളുകളുടെയും മിശ്ര പ്രതികരണമൊക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ കണ്ടതാണ്. ഇതിലൊരു കമൻ്റ് ഉണ്ട് കേട്ടോ. സ്വന്തം നാടിനെ അവഹേളിക്കുന്ന പടം കാണാൻ പോലും ആളുകൾ, ഇനി എന്തോ പറയാൻ, സഹതാപം മാത്രം, മയിലുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ആ സിനിമ കാണിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നൊരു മെയിൻ കാര്യമുണ്ട്. നമ്മളുടെയൊക്കെ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു സംഘടനയുടെ, അല്ലെ ഹിന്ദു എന്ന് പറയുന്ന മതത്തിൻ്റെ ഒരു മൂലസ്ഥാനത്തിരിക്കുന്ന, അല്ലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ഒപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരാളുണ്ട്, KP ശശികല. അല്ലേ, ശശികല ടീച്ചർ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന KP ശശികല ഈ ഒരു കാര്യത്തിലും വിദ്വേഷ പരാമർശമായിട്ട് വന്നിട്ടുണ്ട്. ഏതൊരു കാര്യത്തിലാണ്, ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒരിക്കൽ കൂടി ഒന്ന് പ്ലേ ചെയ്യാം. എന്താണ് ആ വീഡിയോ എന്ന് കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിന്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറെ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. റമദാനിലാണ് ഈ വർഷം യാദർശികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാവുന്നത്. ഏതായാലും റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹവും സാഹോദര്യവും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തും രാജ്യത്തും വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയയും വിദ്വേഷത്തെയും പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം സഹോദരങ്ങളെ. അതിനുള്ള കണ്ടില്ലേ, ഇതാണ് ആ ഒരു ഉസ്താദ് പറയുന്നത്.
അതായത് നമ്മുടെ പള്ളിയും നമ്മുടെ ഈ പറയുന്ന ആരാധനാലയങ്ങളുടെ മുൻവശവുമെല്ലാം ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിട്ട് കൊടുക്കപ്പെടണം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് മസ്ജിദുകളും വീടുകളും തുറന്നു കൊടുക്കണം. നോമ്പാണെങ്കിലും ഭക്ഷണവും വെള്ളവും നൽകണം. ആഹ്വാനം ചെയ്ത് പാളയം ഇമാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ പാളയം ഇമാം പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ജാതിമത ഭേദമില്ലാത്ത സാഹോദര്യത്തെക്കുറിച്ചുള്ള ശ്രീനാരായണ ഗുരുദർശനം ഉൾക്കൊണ്ട് ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് VP സുഹൈബ് മൗലവി എന്ന് പറയുന്ന ആ പാളയം ഇമാം അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒരു രാഷ്ട്രം പടുത്തുയർത്താൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈ നാട്ടിലെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആ ഒരു സംഘടന, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മളെയൊക്കെ അടിപ്പിക്കാനായിട്ടും തകർക്കാനായിട്ടും ശ്രമിക്കുന്ന സംഘികളുടെ ഒരു കൂട്ടത്തിനെ ചെറുത്ത് നിർത്താനും നമുക്കിവിടെ നിന്ന് അകറ്റാനും സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഈ നാട്ടിൽ ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തണമെന്ന് വലിയ രീതിയിലുള്ള ത്വരയുമായിട്ട് നിൽക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ഈ പറയുന്ന ശശികല ടീച്ചർ അവരെ എനിക്ക് ടീച്ചർ എന്നുള്ള ബഹുമാനത്തിലല്ല വിളിക്കുന്നത്, ടീച്ചർ അങ്ങനെ വിളിക്കാം. ആ ടീച്ചർ ഈ ഒരു കാര്യവുമായിട്ടൊക്കെ വന്നപ്പോൾ ടീച്ചറിന് വലിയ രീതിയിൽ അങ്ങ് കുരുപൊട്ടി. എല്ലാ കാര്യങ്ങളിലും ടീച്ചറിൻ്റെ കുരുപൊട്ടലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴായിട്ടും ടീച്ചറിൻ്റെ കുരുപൊട്ടലുകളുടെ ഒരു സ്ഫുരണങ്ങൾ ഇങ്ങനെ ജ്വാല പോലെ ഇങ്ങനെ പടരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരെ അനുകൂലിച്ചുകൊണ്ട് കുറച്ച് അന്തം കമ്മികളെന്ന് പറയാൻ പറ്റില്ല, അന്തം സംഘികളുടെ ഒരു മെഴുകലുകൾ ഇവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ വരാറുണ്ട്. ഇതാണ് കേട്ടോ അവരിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്. ഇതിൽ അവരുടെ ആ ഒരു പോസ്റ്റിൽ ഇതാണ് ദി റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇടുന്നതാണ്. പാളയം ഇമാം പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷമാണ് ഇവർ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇതാണ് അവർ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിൽ മനോരമ ന്യൂസ് ഇട്ടിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്, അല്ലെ അവരിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്. അതിലിങ്ങനെയാണ് മനോരമ ന്യൂസ് പറയുന്നത്: മലപ്പുറം പുന്നപ്പാല ശിവക്ഷേത്രത്തിൽ കലകൾക്കൊപ്പം ഒപ്പനയും. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അപ്പോൾ അതിൻ്റെ താഴെ ഒരു സംഘിക്കുട്ടൻ്റെ ഒരു കമൻറ്റ് അതിലിങ്ങനെയാണ്: ഏതെങ്കിലും ഒരു മുസ്ലിം അങ്കണത്തിൽ ഒരു നിലവിളക്ക് തെളിയിച്ച് ഒപ്പന തിരുവാതിര കളി നടത്തിയാൽ സമ്മതിക്കാം ഇത് കേരള സ്റ്റോറിയാണെന്ന്. അല്ലാത്ത പക്ഷം ഇത് ഏകപക്ഷീയമായ കാപട്യമാണ്. അപ്പോൾ അതിന് ശശികല ടീച്ചറിൻ്റെ ഒരു മറുപടി, അല്ലെ ശശികല ടീച്ചറിൻ്റെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥ കേരള സ്റ്റോറി ഉണ്ടാക്കുവാൻ ഹിന്ദു പെടുന്ന പാട് ലോകത്തൊരിടത്തും ആരും ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ചിത്രം വർക്കല ഇടവ പാലക്കാവ് ക്ഷേത്രോത്സവത്തിൻ്റെ കവാടമാണ്. അതാണ് കേട്ടോ ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഒരു കവാടമാണ് കേട്ടോ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത്. കണ്ടില്ലേ, ഒരു പള്ളിയുടെ ആ ഒരു, അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയിലാണ് അത് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി എന്നാണാവോ ഈ യഥാർത്ഥ കേരള സ്റ്റോറികളൊക്കെ കൂടി ശ്രീകോവിലിനകത്തേക്ക് കയറുന്നത്? എൻ്റെ മക്കളെ, അവർ പറയുന്നത് ഈ യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ പങ്കുവെക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ അത് കണ്ടിട്ട് നല്ല രീതിയിൽ വിരളി പിടിച്ച കുരുപൊട്ടിയ സംഘ്യപുത്രിയായിട്ടുള്ള ചാണകസംഖ്യയായിട്ടുള്ള ശശികല എന്ന് പറയുന്ന അവൾ, അങ്ങനെ തന്നെ അവളെ വിളിക്കണം. ഇനി എന്തെങ്കിലും എൻ്റെ പേര് കേസ് വരണമെന്ന് ഞാൻ കൊണ്ട് കൊടുത്തു. ഈ രീതിയിൽ തന്നെ പറയണം. ഈ നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും തുല്യരായിട്ട് കാണുന്ന ഈ ഒരു നാട്ടിൽ മതത്തിൻ്റെ പേരിൽ അവരെ തമ്മിൽ തല്ലിപ്പിച്ചും അവർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാനുമായിട്ട് ശ്രമിക്കുന്ന നീയൊക്കെ എന്ത് ശശികല ടീച്ചറാണ് ടീച്ചറെ? ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണ് നീയെന്ന് നീ പറയുമ്പോൾ നിന്നെ അങ്ങനെ കാണുന്ന കുറച്ച് ആളുകളുണ്ട്. ഞാനും ഒരു ഹിന്ദുവാണ് കേട്ടോ. എനിക്കങ്ങനെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഒന്നും എനിക്കില്ല. ഇനി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനെന്നോ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനെന്നോ അതിൻ്റെ താഴെപ്പെട്ടവനെന്നോ അതിൻ്റെ മുകളിൽപ്പെട്ടവനെന്നോ അവൻ്റെ കൂടെ കിടക്കുന്നവനെന്നോ ഉള്ള ചിന്താഗതിയും എനിക്കില്ല. എല്ലാ ആളുകളും മനുഷ്യരാണ്. ഇവിടേക്ക് ആരുടെ ശരീരത്തെ ഒരു വര വീണാലും ഒരു പോറൽ വീണാലും അവിടെ നിന്ന് വീഴാൻ പോകുന്ന ചുമന്ന രക്തമാണ്. അതിൽ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നൊന്നുമില്ല. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും മറ്റ് വലിയ മണ്ണിടിച്ചിലുകളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും ആ ദുരന്ത മുഖത്ത് നിന്ന് സഹായിക്കാൻ വന്ന ആളുകൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നോ ഏത് ജാതിയുടെ അടിസ്ഥാനത്തിൽപ്പെട്ടവരാണെന്നോ നോക്കാൻ ആർക്കും സമയമില്ല, താല്പര്യമില്ല. കാരണം അപ്പം രക്ഷിച്ചാൽ മതി. അവിടെ രക്ഷാധികാരിയും രക്ഷിക്കാനുള്ള ഒരാളുമായിട്ട് മാത്രമേ അവരെ കാണുള്ളൂ. ദൈവമാണപ്പോൾ. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ അപരാധം പറച്ചിലാണ് ഇവളുമാരുടെയൊക്കെ ജോലി. ആ അമ്പലത്തിൻ്റെ മുൻപിൽ ആ രീതിയിൽ പണിത് വെച്ച് മതസൗഹാർദ്ദം എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവരുമ്പോൾ അതിലെന്തിനാണ് ശശികല ഇത്ര നിനക്ക് വിമുഖത? നീ മുഖ്യ രക്ഷാധികാരിയാണ് ഹിന്ദുക്കളുടെ എന്ന് പറയുമ്പോൾ നിന്നെ അങ്ങനെ കാണുന്ന കുറച്ച് സംഘിപുത്രന്മാരും സംഘിപുത്രികളും ക്രിസംഗികളും മുസംഗികളും ഹിസംഗികളും ഒക്കെ കാണും. എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ആ കൂട്ടത്തിൽ കൂട്ടാൻ നോക്കില്ല. ഞാൻ നിന്നെ ഒരിക്കലും ഒരു ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണെന്നോ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു ധീര വനിതയാണെന്നോ പറയാനായിട്ട് ഞാൻ നിൽക്കത്തില്ല. കാരണം നീ അങ്ങനെയൊന്നുമല്ല. നീ പച്ച വർഗീയതയാണ് വിളിച്ച് പറയുന്നത്, നല്ല ശുദ്ധമായിട്ടുള്ള വർഗീയത. ഈ നാട്ടിൽ എല്ലാവരും ഒരേപോലെ തുല്യരായിട്ട് ജീവിക്കുന്നതിൽ എന്തിനാണ് ഇത്ര വിമുഖത? അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു സിനിമ ഇറക്കുന്നു. ആ സിനിമയും പിന്തുണച്ചുകൊണ്ടും ശശികലയുടെ ഈ രീതിയിലുള്ള പരാമർശങ്ങളുമൊക്കെ
അവിടെ ഉണ്ടായിരുന്നു. സ്വന്തം ഫേസ്ബുക്കിൽ ശശികല ടീച്ചർ എന്ന് പേരും ഇട്ടുകൊണ്ട് സ്വയമേ പ്രഹസനം നടത്തിക്കൊണ്ട് ഞാൻ ടീച്ചറാണേ, എനിക്കെല്ലാം അറിയാമേ, ഞാൻ ഹിന്ദുക്കളുടെയൊക്കെ അങ്ങ് തലസ്ഥാനത്തിരിക്കുന്ന അല്ല ഹിന്ദുക്കളുടെയൊക്കെ മണ്ടയിലിരിക്കുന്ന ആളാ, വലിയ സംഭവമാണ് ഞാൻ എന്നാണ് സ്വയമേ പറയുന്നത്. സ്വയമേ പറയുന്നതാണ്. ഹിന്ദുക്കളാരും നിങ്ങളെ അംഗീകരിക്കാനും പോകുന്നില്ല. നല്ല ഹിന്ദുക്കളാരും നിങ്ങൾ വലിയ മറ്റേതാണെന്ന് ചിന്തിക്കാനും പോകുന്നില്ല. നിങ്ങൾ ഒരു മറ്റേതുമല്ല. നിങ്ങളുടെ ഉള്ളിലുള്ളത് പക്ക ഫ്യൂഡൽ മാടമ്പിത്തരമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളത് പക്ക സംഘികളുടെ ഗോമൂത്രം കുടിച്ചതിൻ്റെ ആ ഒരു സ്ഫുരണങ്ങളും അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമൊക്കെയാണ്. ഇതൊക്കെ ചാണകം നിർത്തി നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, നല്ല ചോറ് കഴിച്ചു കഴിഞ്ഞാൽ, നല്ല ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഏകദേശം എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് കുഴിയിലേക്ക് പോകാറായിരിക്കുന്ന, മണ്ണടിശാലയിൽ മൺകല കച്ചവടത്തിന് പോകാറായിരിക്കുന്ന ഒരു സാധനമാണ് ശശികല. നമ്മളും പോകും കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ വർഗീയതയും വിദ്വേഷങ്ങളും പറഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല നമ്മൾ പോകും. നമ്മുടെ ആത്മാവിനൊക്കെ ശാന്തി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ സാധിക്കുന്ന എല്ലാ ആളുകളും ദൈവതുല്യർ തന്നെയാണ്. കാരണം ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. ഇതേപോലെ വർഗീയതയും മതത്തിൻ്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാനും വർണ്ണത്തിൻ്റെ പേരിലും വിവേചനങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ആളുകളൊക്കെ അത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്കറിയാം, വേടൻ്റെ വിഷയം വന്നപ്പോൾ ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് പാടാനുള്ളൊരു കലയാണോ റാപ്പ് എന്ന് ചോദിച്ചവളാണ് ഈ മറ്റേ മോള് ശശികല. ആ ശശികലയാണ് ഇന്ന് ഈ നാട്ടിൽ, ഇന്ന് ഈ കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടായിരിക്കുമ്പോൾ ആ മതസൗഹാർദ്ദം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി രീതിയിൽ കുരു പൊട്ടിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത്. ഇവിടെ പോലെ ഉള്ളവന്മാരെ ഏതൊക്കെ പേരിൽ വിളിക്കണം എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൂരിപ്പിച്ച് അവിടെ നിങ്ങൾക്കത് ഫില്ല് ചെയ്ത് വായിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരും തുല്യരായിട്ട് കാണുന്നൊരു സ്ഥലത്ത്, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ പഠിച്ചിരിക്കുന്ന അല്ലെ അങ്ങനെ കാണുന്ന ആളുകൾക്കിടയിൽ ഈ രീതിയിൽ വിദ്വേഷവുമായിട്ട് വരുന്ന ശശികലയെ ഒന്ന് മനസ്സിലാക്കുക. ശശികലയെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന വൃത്തികെട്ട സംഘിക്കൂട്ടന്മാരെയും അല്ലെ സംഘിക്കൂട്ടങ്ങളെയും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒന്ന് നോക്കി വെച്ചേക്കുക. ഇവന്മാരെ കണ്ട ചാണകത്തിന് ചൂലിൽ മുക്കി അടിക്കണം. പക്ഷെ അതും ഒരു ഐശ്വര്യമായിട്ടും അതും ഒരു ആചാരമായിട്ടും കാണുന്ന മണ്ടന്മാരാണ്. അപ്പോൾ അത് കൊടുത്താലും അവന്മാർ അതൊക്കെ ഇങ്ങനെ തൊഴുതുകൊണ്ട് ഗോമാതായ നമ, ഓം ഗോമാതേശ്വരായ നമ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതികളുള്ള കാവിക്കളസവൽക്കരണത്തിനും കാവിക്കളസം അണിഞ്ഞു വരുന്നവന്മാരെയും നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാനം കൊടുക്കാതെ അകറ്റി നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്, ഹിന്ദുക്കളുടെ ഒരു രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് മറ്റു മതസ്ഥരെ അടിച്ചമർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇതേ രീതിയിൽ ഇതേ കളികളുമായിട്ട് ഇവളുമാർ വരാം. അതിന് ഒരു ഇടമുണ്ടാക്കാതിരിക്കുക, ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്ത ദിവസം വരുന്നവരെ കാത്തിരിക്കുക. ഓക്കെ, ബൈ.